ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സാരിയുടെ കൂടെയും ചുരിദാറിൻ്റെ കൂടെയും ഒരേപോലെ മാച്ചാകുന്ന, എല്ലാവർക്കും ഒരേപോലെ നല്ല ഭംഗി, മുഖത്തിന് നല്ല ഭംഗി തരുന്ന ഈസി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഞാനിപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ഫസ്റ്റ് തന്നെ മുടിയെല്ലാം നന്നായിട്ട് ഉടക്കെല്ലാം എടുത്തിട്ട് നന്നായിട്ട് ചീറ്റി കോതി വയ്ക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് ചീപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വകുപ്പും അതുപോലെ തന്നെ വവുന്നെടുക്കാനായിട്ട് എളുപ്പത്തിന്. സാധാരണ ചീപ്പിൽ നമുക്ക് കൈകൊണ്ടൊക്കെ എടുക്കാൻ പറ്റും, പക്ഷേ എനിക്ക് ഇത്തിരി എളുപ്പമായിട്ടിരിക്കാനാണ് ഞാൻ ഈ ചീപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നേരെ വകുപ്പ് എടുത്തിട്ടുണ്ട്. നേരെ വകുപ്പ് എടുത്തതിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും ഈ ഒരു വീതിക്ക് ഞാൻ വവുന്ന് മാറ്റുന്നുണ്ട് മുടി. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ബാക്കി വന്ന മുടി ഞാൻ ബേക്കിലോട്ട് നന്നായിട്ട് ചീകി ഒരു ബണ്ണെടുത്ത് താഴോട്ടായിട്ട് കെട്ടിവെക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, നന്നായിട്ടൊന്ന് ചീകി താഴോട്ടായിട്ട് ഒത്തിരി ടൈറ്റ് അല്ലാതെ ഇത്തിരി ലൂസായിട്ടാണ് കെട്ടിവെക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ സൈഡും ചീകി വെച്ചിരിക്കുന്നതിൽ ഒരു സൈഡിൽ നിന്ന് ഒരല്പം മുടി ഞാൻ വവുന്ന് മാറ്റി ബേക്കിലോട്ടൊന്ന് ചീകിയിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ആ മുടി കംപ്ലീറ്റ് ആയിട്ട് ചുരുട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ബേക്കിലൊന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കേണ്ട രീതിയിൽ നന്നായിട്ടൊന്ന് ചുരുട്ടി ബേക്കിലോട്ടൊന്ന് നമുക്ക് ഈ ടിക്ടോക്ക് ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും അതുപോലെ ഞാനൊന്ന് വവുന്ന് ഇതുപോലെ തന്നെ ചുരുട്ടി ബേക്കിലോട്ട് വയ്ക്കുകയാണ്. ഇതുപോലെ ഒരു സൈഡിൽ മൂന്ന് ചുരുട്ട് വരുന്ന രീതിയിൽ വേണം നമുക്കൊന്ന് വയ്ക്കാനായിട്ട്. ചിലവർ 5 എണ്ണമൊക്കെ ഒരു ഭാഗത്ത് എടുക്കും. നമുക്ക് അത്രയും എടുക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ ധാരാളമാണ് നല്ല ഭംഗിക്ക് വരാനായിട്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് ചുരുട്ടി ഞാനൊരു സൈഡിൽ കൊടുക്കുകയാണ്. ഞാൻ ഓരോ മുടിക്കും, അതായത് ഓരോ പ്രാവശ്യം ചുരുട്ടി എടുക്കുന്നതിന് ഓരോ ക്ലിപ്പ് വെക്കുന്നില്ല. ആദ്യം ചുരുട്ടി 2 എണ്ണത്തിനും ഒരു ക്ലിപ്പിനുള്ളിൽ വെച്ചിട്ട് അടുത്ത മൂന്നാമത്തത് ഇനിയൊരു ക്ലിപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ ഒത്തിരി ക്ലിപ്പ് ബാക്കിലോട്ട് ഒന്നും നിറയില്ല. ഇനി ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ചെയ്യുക. അപ്പോൾ 2 സൈഡ് ഞാൻ ഈ രീതിയിൽ ചുരുട്ടി ബാക്കിലോട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നോക്കൂ, ഏത് രീതിയിൽ നല്ല മുടി കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ആ ഒരു മോഡലായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗി മുഖത്തിനിണങ്ങുന്ന രീതിയിലുമാണ്. ഇത് എല്ലാവർക്കും മുഖത്തിനിണങ്ങുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ചുരുട്ടി വെച്ചിരിക്കുന്ന ഈ മുടിയെല്ലാം ഒന്ന് അവന്ന് പോകാണ്ടിരിക്കാനായിട്ട് ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ബാക്കിൽ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ ടിക്ടോക്ക് ക്ലിപ്പ് തന്നെ വയ്ക്കാം. ഇപ്പോൾ ഞാനൊക്കെ കാണിച്ചു തരാം. ഞാൻ ആ ചുരിദാർ ഇട്ടിട്ടാണ് ഇന്ന് കാണിക്കുന്നത്. ചുരിദാറിന് നല്ല ഇണങ്ങിയ രീതിയിലാണ് വരുന്നത്. നോക്കി ഞാൻ കമ്മലൊക്കെ ഇയറിംഗ് മാച്ചിങ് ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു കറക്റ്റായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോഴുള്ള ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാകുമല്ലോ. അപ്പോൾ ഞാൻ ചുരിദാറിന് കൂടെയാണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ ഇണങ്ങി വരുന്നുണ്ട്. ഇനി ഞാൻ സാരീൻ്റെ കൂടെ മാച്ചാകുന്ന രീതിയിൽ കാണിക്കാം. ഞാൻ സാരിയായിട്ട് എടുത്തിട്ടില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാനായിട്ട് ഷോളിൻ്റെ ഇതിലാണ് വെച്ച് കാണിക്കുന്നത്. അപ്പോൾ അതിനും നന്നായിട്ട് മാച്ചായി വരുന്നുണ്ട്. ശ്രദ്ധിച്ചാലും മനസ്സിലാകും, നല്ല ഭംഗിക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഹെയർ സ്റ്റൈലാണ്. എല്ലാവർക്കും ഷോർട്ട് ഹെയർ ആയാലും ലോങ് ഹെയർ ആയാലും എല്ലാവർക്കും ഒരേപോലെ ഇണങ്ങുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈലാണിത്. എന്തായാലും എല്ലാവർക്കും ഉപയോഗിക്കാൻ. നമുക്ക് നേർവെളുപ്പ് വേണ്ട എന്നുള്ളവരുണ്ടെങ്കിൽ നടുക്കുന്ന മുടി എടുത്തിട്ട് ഈ ഒരു ചുരുട്ട് പോലെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ സാരിക്കും ചുരിദാറിനും മേച്ചായ രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ എന്തായാലും കണ്ടു. പിന്നെ ഒരു മോഡൽ ഡ്രസ്സിന് അല്ലെങ്കിൽ ഒരു കാഷ്വലായിട്ട് നമുക്ക് എപ്പോഴും എളുപ്പം കെട്ടിക്കൊണ്ട് പോകാൻ രീതിയിലായാലോ, ഇനി ഒരു പാർട്ടിക്ക് പോകുമ്പോൾ നമുക്ക് കെട്ടാനായാലോ വേണ്ടി എല്ലാത്തിനും കൂടി ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതാണ് ഇനി അടുത്ത ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് കെട്ടാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. കൂടുതലും എല്ലാവരും ഇതിന് പ്രിഫർ ചെയ്യുന്നത് മുടി അഴിച്ചിടാനാണ്. മുടി ഫ്രീ ആയിട്ട് ഇടുന്നതാണ് കൂടുതലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്, ഇപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ കംഫർട്ടായിട്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു രീതിയും ഇണങ്ങുന്നതായിട്ടുള്ള. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ മുടി ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഫ്രണ്ടിൽ നിന്ന് ഇത്രയും പോർഷനിൽ മുടി എടുത്ത് ബാക്കിലൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്കൊരു ഹെയർ സ്റ്റൈലായിട്ട് ഇടാം. ഇതിന് ഓരോ രീതിയിൽ ഇനിയൊന്നും ചെയ്യേണ്ട, ഇത്രയും തന്നെ ധാരാളം. ഫ്രണ്ടിൽ കുറച്ച് മുടിയെല്ലാം ഇട്ടാൽ അതിനെ ഒരു ഇതാവും. ഇല്ല, എനിക്ക് ഇനിയും മുടിയിൽ എന്തെങ്കിലും ഒന്നുകൂടി ക്ലിപ്പ് ചെയ്യണം, എന്തെങ്കിലും ഒരു മോഡൽ വരുത്തണം എന്ന് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഫ്രണ്ടിലെ 2 സൈഡിലും മുടി വിട്ടതിന് ശേഷം ഇടയ്ക്കുന്നുള്ള മുടിയുടെ പോർഷൻ എടുത്തിട്ട് ബാക്കിലൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അതും ഒരു ഹെയർ സ്റ്റൈലായി മാറിയിട്ടുണ്ട്. അപ്പം ഇത് തന്നെ എളുപ്പം, എത്രയും പെട്ടെന്നാണ് ഞാൻ ചെയ്യുന്നത് മനസ്സിലായാലും എളുപ്പം. നമുക്ക് ഒത്തിരി സമയം ഒന്നും വേണ്ട. നമുക്കിത് ക്യാഷ്വലായിട്ട് സ്കൂളിലായാലും കോളേജിലായാലും നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒക്കേഷന് നമ്മൾ പോകുമ്പോഴോ ക്യാഷ്വലായിട്ട് പോകുമ്പോഴോ മോഡലായിട്ടോ ഒക്കെ ചേരുന്നൊരു ഹെയർ സ്റ്റൈലാണത്. ഈ സൈഡിൽ ചെറിയ മുടിയും മങ്കിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ഉറക്കി കിടത്തിയിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും അവരിതുവരെ സമയം തന്നു ഉറങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും സാധാ ലുക്കിൽ വന്നു. ബേബി എണീറ്റു. ടാറ്റാ, ബൈ.